ഇന്ന് നമുക്കൊരു ചൂടത്തോരൻ ഉണ്ടാക്കാവേ. അങ്ങനെ ഐസ് മാറാനായിട്ട് ചൂടയൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് ഐസ് മാറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു സവാള, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തേ. അങ്ങനെ കുറച്ച് നേരമില്ലായിരുന്നു, അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സമയം പോയി കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ സുന്ദരി പൂച്ച, മീൻ്റെ മണം കെട്ടുകൊണ്ട് വന്നെയാണ്. അങ്ങനെ ഞാൻ തേങ്ങ തിരുമി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്, എന്ന് വെച്ചാൽ മിക്സിയിൽ അടിക്കാതെ കൈ വെച്ച് ഞെരടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും എടുത്ത് കൈ വെച്ച് ഞെരടണേ. അപ്പോൾ തേങ്ങ അധികം വലുതാക്കാതെ കുറച്ച് ചെറുതായിട്ട് തിരിഞ്ഞെടുക്കണേ. അങ്ങനെ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടേ. പിന്നെ നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില, അമ്മ ഒത്തിരി കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറികളിലെല്ലാം ആവശ്യമായിരിക്കും. അങ്ങനെ അതൊന്ന് ആവി കയറി വന്നതിന് ശേഷം നമുക്ക് ചൂട ഇട്ട് കൊടുക്കാവേ. ചൂട ഇട്ടൊന്ന് നമുക്ക് തട്ടിപ്പൊത്തി അതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ചൂടയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് വെന്ത് വരട്ടെ. ആ ചൂടയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ ഇനി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. സവാളയിൽ ഉപ്പിടാൻ മറക്കല്ലേ, ഉള്ളിൽ ഉപ്പ് ചേർക്കണേ ആവശ്യത്തിന്. അങ്ങനെ അതും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ചൂടയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇനി നമുക്ക് അരപ്പൊന്നിട്ട് കൊടുത്ത് ഇനി അതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതും വെന്ത് നല്ല ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്ടേ നമ്മുടെ ചൂട റെഡി.